ബിഗ് ബോസ് സീസൺ 7 മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 9. ഇന്നലത്തെ സീക്രട്ട് ടാസ്കിലൂടെ നമ്മുടെ സാബുമോൻ, ബിഗ് ബോസ് സീസൺ 1 വിന്നർ ആയിരുന്ന നമ്മുടെ സാബുമോൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആള് വന്നതിന് ശേഷം ഞാൻ ശരിക്കും എക്സ്പെക്ട് ചെയ്തു കേട്ടോ, സാബുമോൻ ഇപ്പോൾ ബിഗ് ബോസ് വീട് മൊത്തം തിരിച്ചു മറിക്കും, മൊത്തം പ്രശ്നങ്ങളായിരിക്കും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നുവെച്ചാൽ ആളുടെ ആ ഒരു നേച്ചർ അങ്ങനെയാണ്, ആളുടെ ഒരു ഗെയിം കളിക്കണയൊക്കെ രീതിയൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നലെ വന്നതിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച അത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സീസൺ ഭയങ്കര ശോകമാണ്. വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് എന്താ പറയുക, പരദൂഷണം അല്ലെങ്കിൽ കുൽസിത കഥകൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു സീസൺ പോയിക്കൊണ്ടിരുന്നത് ഇത്രയും നാളും കേട്ടോ. പിന്നെ കുറച്ച് കോമഡി ഫാക്ടേഴ്സൊക്കെ ഉള്ള കാരണം പ്രേക്ഷകർ കണ്ടിരിക്കുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഈ ഒരു സീസണിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ 4 ആഴ്ച കഷ്ടിച്ചേ ഉള്ളൂ ഈ ഒരു സീസൺ അവസാനിക്കാനായിട്ട്. ഈ ഒരു ഫേസിലെങ്കിലും എന്തെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാവണം സാബുമോനെ ബിഗ് ബോസ് വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നത്. പക്ഷെ ആൾ വന്നിട്ടാണെങ്കിലും പ്രതീക്ഷിച്ച അത്രയും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ആളുടെ ആ ഒരു എന്താ പറയുക, തീപ്പൊരി കത്തിച്ചു വിടുന്ന ടൈപ്പിലുള്ള സംസാരവും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ലൈവ് അപ്ഡേറ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ നൈറ്റിലെ ഒരു സീനിൽ നമ്മുടെ അക്ബറിനെയൊക്കെ കുത്തി പറയുന്നതൊക്കെ പോലെ തോന്നി കേട്ടോ. അതായത് എന്താ പറയുക, ഗ്രൂപ്പിസം കളിപ്പിച്ച് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ഇരയാക്കി, എന്നിട്ട് അവർ അവസാനം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട അവസ്ഥ എത്തി എന്നുള്ള രീതിയിൽ അക്ബറിനെ പറഞ്ഞോന്ന് വെച്ചാൽ പറഞ്ഞില്ല, പക്ഷെ പറഞ്ഞില്ലേന്ന് വെച്ചാൽ പറഞ്ഞു. ആ ഒരു രീതിയിലുള്ള സംസാരമൊക്കെ ഇന്നലെ അവിടെ കേട്ടു. അല്ലാതെ വേറെ ഒന്നും തന്നെ സാബുമാൻ്റെ സൈഡിൽ നിന്നൊരു ടോക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നത്തെ മോർണിംഗ് ടാസ്കിലാണെങ്കിലും പറയത്തക്ക രീതിയിലുള്ളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ആകെപ്പാടി അനീഷാണ് ഒന്നുകൂടിയും സാബുമാനെ ഒന്ന് ചൊറിയാൻ നോക്കുന്നത്. അനീഷിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗെയിം അറിയാം. അതായത് ബിഗ് ബോസ് വീട്ടിലേക്കൊരു അതിഥി വന്നു കഴിയുമ്പോൾ അവരെ ഫേവർ ചെയ്ത് നിൽക്കാതെ അവരൊന്ന് ഒപ്പോസ് ചെയ്ത് സംസാരിക്കുമ്പോഴേക്കും ആൾക്ക് കുറച്ച് സ്പേസ് കിട്ടും. ആ ഒരു സംഭവം അനീഷ് ശരിക്കും അറിയാം കേട്ടോ. അനീഷ് അതും വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ കളിക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ലൈവിൽ നടന്നാണ് റോസ്റ്റിങ്. സാബുമാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക്കാണ് ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും റോസ്റ്റ് ചെയ്യുക, ദെൻ അവരൊക്കെ അതിനുള്ള ഒരു മറുപടി കൊടുക്കുക. പക്ഷേ സാബുമോൻ അത് എന്താ പറയുക, റോസ്റ്റിംഗ് ആയിട്ടൊന്നും ചെയ്തില്ല. ജസ്റ്റ് പുറമേ ഉള്ളൊരു ഇമ്പാക്റ്റ്, അതായത് പ്രേക്ഷകരുടെ ഇടയിൽ ഈ കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ളൊരു കളി എന്താണ്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് പ്രേക്ഷകർക്കുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് ചെറിയൊരു രീതിയിൽ അങ്ങനെ പറഞ്ഞു കൊടുത്തു. റോസ്റ്റിംഗ് ആണോ എന്ന് വെച്ചാൽ റോസ്റ്റിംഗ് ആണ്, അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെയല്ല. ആ ഒരു രീതിയിലാണ് സാബുമോൻ അത് അവതരിപ്പിച്ചത്. അതിനുശേഷം ഈ ഒരു റൗണ്ടിന് ശേഷം അപ്പോൾ സാബുമാൻ ഓരോരുത്തരെക്കുറിച്ച് ഓരോരോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അതിനുശേഷം ഓരോ കണ്ടസ്റ്റൻസ് അതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്. സാബുമാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ, സാബുമാൻ പറഞ്ഞത് എന്താ പറയുക യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ സഹിതം ഒരു ജസ്റ്റിഫിക്കേഷൻ പോലെ പറയാണ്. അപ്പോൾ അതാണ് ടാസ്ക് കേട്ടോ. പക്ഷേ എല്ലാവരും തന്നെ പറഞ്ഞത് റോസ്റ്റിംഗ് ആയിട്ടൊന്നും തീരെ തോന്നിയില്ല. എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു ഐഡിയ തന്നതിന് നന്ദി എന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ട്. പക്ഷേ തിരിച്ചടിച്ചത് ആരാണ്? നമ്മുടെ അനീഷാണ് കേട്ടോ തിരിച്ചടിച്ചത്. അനീഷ് നല്ല രീതിക്ക് തന്നെയാണ് സാബുമാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളോടും എതിർത്ത് സംസാരിച്ചത്. അത് ശരിക്കും എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രമോയിൽ കാണിച്ച അത്രയും രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അനീഷ് സാബുമാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും ശരിക്കും എതിർത്ത് തന്നെയാണ് സംസാരിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈവിൽ റോസ്റ്റിംഗ് ടാസ്ക് എടുക്കുമ്പോൾ എനിക്ക് വൻ ബോറടി ആയിരുന്നു കേട്ടോ. പക്ഷെ അനീഷിൻ്റെ ആ ഒരു സ്പേസ് വന്നു കഴിഞ്ഞപ്പോൾ ആളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തു. റോസ്റ്റ് ചെയ്യാൻ വന്നിരുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് വീടിൻ്റെ ഒരു അതിഥിയായി വന്നിരുന്ന സാബുമാനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അനീഷ് ആൾ സംസാരിച്ചത്. അങ്ങനെ ടാസ്ക് ഭംഗിയായിട്ട് കഴിഞ്ഞു. ബിഗ് ബോസ് വീട്ടിലെ ബാക്കി എല്ലാവരും അനീഷിനെ കളിയാക്കി. അത് പിന്നെ സ്വാഭാവികം, അനീഷ് സംസാരിക്കുമ്പോൾ ആരാണെങ്കിലും അങ്ങനെ പുച്ഛിച്ചിട്ടേ തിരിച്ച് പറയത്തുള്ളൂ. പക്ഷെ അനീഷ് അതൊന്നും മൈൻഡ് ആക്കാതെ പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. അതിനുശേഷം ടാസ്ക് അവസാനിച്ചു. ടാസ്കിന് ശേഷം സാബുമാൻ തന്നെ വന്ന് പറയുന്നുണ്ട് കേട്ടോ, ഇത്രക്ക് ഇതാക്കി പറയേണ്ട അനീഷ്, ഇത് നമ്മൾ എപ്പോഴെപ്പോഴും കാണുമ്പോൾ അത് റിപ്പീറ്റേഷൻ പോലെ തോന്നും, ഇതൊക്കെ ചെറിയ ടാസ്ക് അല്ലേ, അപ്പോൾ അതിന് ഇങ്ങനത്തെ കൈയൊക്കെ ചൂണ്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കണമെന്ന് ആവശ്യമില്ല. എന്ന് വെച്ചാൽ അനീഷ് എപ്പോഴും സംസാരിക്കുമ്പോൾ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കാറുള്ളത്. അത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊരു ആവർത്തന വിരസതയാണ്. അപ്പോൾ അതൊന്നും മാക്സിമം ഒഴിവാക്കുന്നുള്ള രീതിയിൽ കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, അതിപ്പോൾ എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അനീഷ് അവിടെ പ്രതീക്ഷിച്ചു കേട്ടോ, സാബുമാൻ ശരിക്കും അതിനെ എതിർത്ത് സംസാരിക്കുന്നു. പക്ഷെ ആള് അത് മൈൻഡ് ആക്കാതെ വേറെ കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടോ. എനിക്ക് തോന്നുന്നു സാബുമാൻ ശരിക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നേ ഇവർക്ക് ചെറിയൊരു ക്ലൂ കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും കളികളെക്കുറിച്ച് കളിയാക്കിയിട്ടും കളിയാക്കാതെയും തൊട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് പോയിട്ടുള്ളത്. അത് കണ്ട് മനസ്സിലാക്കി ഇവർ ഗെയിം മാറ്റി കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലത്.